ഹായ് എവ്രി വൺ, സോഷ്യോ പ്ലസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് ഇവിടെ കാണുന്ന ഈ ഒരു ലാൻഡ് ഫോമിനെ പറ്റിയാണ്. നമ്മൾ പഠിച്ചു, അതിൻ്റെ പേരാണെന്ത്? ഓക്സ്ബോ തടാകങ്ങൾ, ഓക്സ്ബോ ലേക്സ്. അതിനു മുമ്പ് നമ്മൾ മിയാൻഡറുകളെ കുറിച്ച് പഠിച്ചു. ആ മിയാൻഡറുകളാണ് പിന്നീട് വീണ്ടും മാറ്റം സംഭവിച്ച് ഓക്സ്ബോ തടാകങ്ങളായി മാറുന്നത് എന്നിവരെയാണ് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കുന്നത് ഈ ഒരു ഭാഗം മുതലാണ്. ആർ ഫ്ലഡ് പ്ലെയിൻസ് എ ബൂൺ? ആർ ഫ്ലഡ് പ്ലെയിൻസ് എ ബൂൺ എന്ന് വെച്ചാൽ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സമതലങ്ങൾ അതൊരു അനുഗ്രഹമാണോ, അല്ലെങ്കിൽ ഫ്ലഡ് ഒരു അനുഗ്രഹമാണോ? ഓക്കെ, വെള്ളപ്പൊക്കം ഒരു അനുഗ്രഹമാണോ, മനുഷ്യന് ഗുണകരമാണോ, നമുക്ക് ഫേവർ ആയിട്ടുള്ള കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒറ്റവാക്കിൽ പറയണ ആൻസർ ആണെങ്കിൽ നമുക്ക് യെസ് എന്ന് പറയാം. ഒരു തരത്തിൽ നമുക്ക് അനുഗ്രഹം തന്നെയാണ് എന്ത്? ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്ന് പറയാം. അതെങ്ങനെയെന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം. You might have seen the rivers overflowing their banks during rainy seasons. നമ്മൾ മഴക്കാലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും നദികളൊക്കെ അതിന്റെ കര കവിഞ്ഞു ഒഴുകുന്നത്, അതിന്റെ രണ്ട് വശങ്ങളിലേക്കും കയറി കര കവിഞ്ഞു ഒഴുകുന്നത് നമ്മൾ മഴക്കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫ്ലഡ് വാട്ടർ മേ cover extensive areas on both sides of the river. അപ്പൊ ഇങ്ങനെയുള്ള മഴക്കാലങ്ങളിൽ നദി എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ രണ്ട് കരയിലേക്കും കയറിയിട്ട് ഒരുപാട് ദൂരത്തോളം ആ വെള്ളം കയറി പ്രളയജലം കയറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ അത് സംഭവിക്കുന്നുമുണ്ട് വളരെ വ്യാപകമായിട്ട്. And the deposition of alluvium along both the flooded banks may cause the formation of plains. അപ്പൊ ഇങ്ങനെ ഈ നദികൾ കര കവിഞ്ഞു ഒഴുകണ സമയത്ത് മഴക്കാലങ്ങളിൽ ഏതൊക്കെയോ പ്രദേശങ്ങളിലൂടെ കുത്തിയൊഴിച്ചു വരുന്ന നദികളാണ്. അപ്പൊ അതിൽ ധാരാളം മണ്ണും പൊടികളും അങ്ങനെയുള്ള എവിടെ നിന്നൊക്കെയോ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ, സെഡിമെന്റ്സ്, അലൂവിയം ആ വെള്ളത്തിലുണ്ടാവും. അപ്പൊ ഈ വെള്ളം റിവർ ബാങ്ക്സിലേക്ക്, രണ്ട് കരകളിലേക്കും കര കവിഞ്ഞു ഒഴുകണ സമയത്ത് എന്ത് സംഭവിക്കും? ഇത് ഒഴുക്കിക്കൊണ്ടുവരുന്ന ഈ സെഡിമെന്റ്സ്, അലൂവിയം ഡെപ്പോസിറ്റ്, എക്കൽ മണ്ണ്, അതെന്ത് ചെയ്യും? അത് ഈ രണ്ട് കരകളിലും നിക്ഷേപിക്കും. ഓക്കെ, കര കവിഞ്ഞൊഴുകുമ്പോൾ ആ കരകളിൽ ഈ മണ്ണ് നദി നിക്ഷേപിക്കും. അങ്ങനെ അവിടെ അലൂവിയം ഡെപ്പോസിറ്റ്, എക്കൽ നിക്ഷേപം, എക്കൽ മണ്ണ് അവിടെ നിക്ഷേപിക്കപ്പെടുകയാണ്. സച്ച് പ്ലെയിൻസ് ആർ കോൾഡ് ഫ്ലഡ് പ്ലെയിൻസ്. അപ്പൊ ഇത്തരത്തിലുണ്ടാവുന്ന സമതലങ്ങളെയാണ് നമ്മൾ, ഈ ഫ്ലഡിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഇങ്ങനത്തെ സമതലങ്ങളെയാണ് പ്ലെയിൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലഡ് പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. പ്രളയ സമതലങ്ങൾ, പ്രളയ സമതലങ്ങൾ എന്ന് പറയാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു റിവറിന്റെ ചിത്രമുണ്ട്. അതിന്റെ രണ്ട് വശങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ മഴക്കാലങ്ങളിൽ, റെയിനി സീസൺസിൽ ഈ റിവറിൽ ധാരാളം വെള്ളം നിറയുന്ന സമയത്ത് അത് അതിന്റെ വശങ്ങളിലേക്ക്, ഇവിടെ കാണുന്ന ഈ കരഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഈ കരഭാഗങ്ങളിലേക്ക് അത് കയറുന്ന സമയത്ത് ആ ഭാഗങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെയൊക്കെ എക്കൽ നിക്ഷേപം നടത്തി അങ്ങനെ എക്കൽ മണ്ണ് അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന ഈ പ്ലെയിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ്, പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു ചോദ്യം നമ്മൾ മുകളിൽ ചോദിച്ചല്ലോ, ആർ ഫ്ലഡ് പ്ലെയിൻസ് എ ബൂൺ? പ്രളയം അല്ലെങ്കിൽ പ്രളയത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഇത്തരം സമതലങ്ങൾ ഒരു അനുഗ്രഹമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്ലഡ് ഒരു അനുഗ്രഹമാണോ? ആർ ഫ്ലഡ്സ് എ ബൂൺ എന്നും ചോദിക്കാം. ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണോ, നമുക്ക് ഫേവർ ആയിട്ടുള്ള ഒരു കാര്യമാണോ, ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ അതെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, many of the famous civilizations have taken birth along such flood plains. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ, ഒരുപാടൊന്നും വർഷം മുന്നോട്ട് പോകണ്ട, കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അതായത് പ്രധാനപ്പെട്ട ചില സിവിലൈസേഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആ സിവിലൈസേഷൻ റിവർ ഇൻഡസിന്റെ, സിന്ധു നദിയുടെ തീരത്ത്, അതിന്റെ കൈവഴികളുടെയും സിന്ധു നദിയുടെയും ഒക്കെ തീരത്ത് എമേർജ് ചെയ്തിട്ടുള്ള, ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിവിലൈസേഷൻ ആണ്. അപ്പൊ അതേപോലെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് റിവേഴ്സിന്റെ ഇടയിൽ എമേർജ് ചെയ്തിട്ടുള്ള സിവിലൈസേഷൻ ആണ്. അതേപോലെ നൈൽ റിവറിന്റെ തീരത്ത് എമേർജ് ചെയ്തിട്ടുള്ള, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ആദ്യകാല സിവിലൈസേഷൻസ് അല്ലെങ്കിൽ നാഗരികതകൾ അല്ലെങ്കിൽ സംസ്കാരങ്ങളൊക്കെയും ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നദീതീരങ്ങളിൽ, ഇങ്ങനെയുള്ള സമതലങ്ങളിലാണ്, ഇങ്ങനെയുള്ള പ്ലെയിൻസിലാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കാം. ഫ്ലഡ് പ്ലെയിൻസ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ് ആസ് ദേ ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഇങ്ങനെയുള്ള ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്, അഥവാ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് എക്കൽ മണ്ണ് നിക്ഷേപിച്ചുണ്ടാവുന്ന, അലൂവിയം ഡെപ്പോസിറ്റിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഈ ഫ്ലഡ് പ്ലെയിൻസ് കൃഷിക്ക് അല്ലെങ്കിൽ കൃഷിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കാരണം ഹൈലി ഫെർട്ടൈൽ ആയിരിക്കും.
അലൂവിയം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് വളരെ വളക്കൂറുള്ള മണ്ണാണ്. സോ ഫ്ലഡ് പ്ലെയിൻസ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ് ആസ് ദേ ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമതലങ്ങൾ, ഫ്ലഡ് പ്ലെയിൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഫ്ലഡ് പ്ലെയിൻസ് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു 2 എക്സ്ട്രാ റീഡിങ്ങിന്റെ ബോക്സസ് കാണാം. ഒന്ന് അലൂവിയൽ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ എന്നതാണ്, മറ്റത് ട്രിബ്യൂട്ടറീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നതാണ്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്ലഡ് പ്ലെയിൻസിനെ പറ്റിയാണല്ലോ. വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സമയത്ത് നദിയുടെ 2 ഭാഗത്തുള്ള കരകളിലും അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന പ്ലെയിനാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്ലഡ് പ്ലെയിനെ പറ്റി, ഒരു അലൂവിയൽ പ്ലെയിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മുഴുവനായിട്ടൊന്നും വായിച്ചു പോകുന്നില്ല, നോക്കാം എന്താ ഇവിടെ പറയുന്നത് എന്നുള്ളത്. എക്സ്ട്രാ റീഡിംഗ് ആണെങ്കിലും ഒന്ന് വായിച്ചിട്ട് പോവാം. അലൂവിയൽ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ എന്നാണ് പറയുന്നത്. ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, ഉത്തര മഹാസമതലം എന്ന് പറയാം. ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, നോൺ ആസ് ദി ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഈസ് വൺ അമംഗ് ദി എക്സ്റ്റെൻസീവ് അലൂവിയൽ പ്ലെയിൻസ് ഓഫ് ദി വേൾഡ്. നമ്മുടെ ഉത്തര മഹാസമതലം അഥവാ ഈ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വത നിരകളാണ്. ആ ഹിമാലയ പർവ്വത നിരകൾ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴ്ഭാഗത്തായിട്ട് കിടക്കുന്ന വിശാലമായിട്ടുള്ള പ്രദേശമാണ് ഇത്, ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. കാരണം അത് ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒരു പ്ലെയിൻ ആണ്. എന്തുകൊണ്ട്? കാരണം ആ ഒരു പ്രദേശം, ആ ഒരു പ്ലെയിൻ എങ്ങനെ ഉണ്ടായതാണ്? ബൈ ദി ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം ബൈ ദി ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയിട്ടുള്ള നദികളുടെ അലൂവിയൽ ഡിപ്പോസിറ്റ് കാരണമായിട്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള പ്ലെയിൻ ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഇവിടെ പറയുന്നു ഇസ് വൺ അമംഗ് ദി എക്സ്റ്റെൻസീവ് അലൂവിയൽ പ്ലെയിൻസ് ഓഫ് ദി വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു അലൂവിയൽ പ്ലെയിൻ ആണ്, എക്കൽ സമതലമാണ് ഇത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹൈലി ഫെർട്ടൈൽ ആണ്. മാത്രമല്ല നമ്മുടെ കൃഷിയുടെ, ഇന്ത്യയുടെ അഗ്രികൾച്ചറിന്റെ ബാക്ക് ബോൺ, നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്. ആ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്താണ്? ഒരു ഫ്ലഡ് പ്ലെയിൻ ആണ്, ഒരു അലൂവിയൽ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒന്നുകൂടി നമുക്ക് ഉത്തരം കിട്ടി. ആർ ഫ്ലഡ്സ് എ ബോൺ? ഫ്ലഡ്സ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഒരു അനുഗ്രഹമാണോ, നമുക്ക് ഫേവർ ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് എന്ന് പറയാം. പിന്നെ എപ്പോഴത് ബുദ്ധിമുട്ടാവുക? നമ്മൾ നദിയുടെ തീരങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് വീട് വെക്കുമ്പോൾ, അതേപോലെ വയലുകൾ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വീട് വെക്കുമ്പോൾ ഒരു പക്ഷേ മഴ പെയ്യുമ്പോൾ വെള്ളം കയറിയേക്കാം. അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. അപ്പൊ ഒരർത്ഥത്തിൽ വെള്ളപ്പൊക്കം അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എനിവേ, ഇനി അപ്പുറത്തെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രിബ്യൂട്ടറീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് കാണാം. ട്രിബ്യൂട്ടറീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്താണ്? ട്രിബ്യൂട്ടറീസിനെ നമുക്ക് പോഷക നദികൾ എന്ന് വിളിക്കാം. ഓക്കെ, പോഷക നദികൾ. ഡിസ്ട്രിബ്യൂട്ടറീസിനെ നമുക്ക് കൈവഴികൾ എന്ന് വിളിക്കാം. അതായത് ഇപ്പൊ നമ്മളൊരു റിവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ റിവറിനെ നമ്മൾ 3 ഫേസുകളാക്കി തിരിച്ചു. റിവറിന്റെ ഒഴുക്കിനെ അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, അതേപോലെ ലോവർ കോഴ്സ്. അതായത് പിന്നെ റിവറിന്റെ ഒറിജിൻ മിക്കവാറും ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിലോ മറ്റോ ആയിരിക്കും, അല്ലെ? അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? അതിന്റെ സോഴ്സ്. റിവർ സോഴ്സ് എന്ന് പറയുമ്പോൾ ആ സോഴ്സ് നിന്നാണ് റിവർ ഉത്ഭവിക്കുന്നത്. അത് എൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിലേക്ക് മേർജ് ചെയ്യുന്ന സ്ഥലം, അത് പിന്നെ ലയിച്ച് ചേരുന്ന സ്ഥലമാണ് എന്ത്? റിവർ മൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ, ഞാൻ സ്ക്രീനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാനൊരു റിവർ വരയ്ക്കുകയാണെങ്കിൽ വെറുതെ ഒരു സാമ്പിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഒരു റിവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു ഓഷ്യനിലേക്ക് മെർജ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു വലിയ റിവറാണ്. അതിന്റെ ഡയറക്ഷൻ ഏതാ? ഡയറക്ഷനും കൂടി വരയ്ക്കാം. ഇങ്ങോട്ടാണ് വെള്ളം ഒഴുകുന്നത്. ഓക്കെ, വെള്ളം ഇങ്ങനെ ഒഴുകി പോവാണ്. അപ്പൊ ഇതാണ് മെയിൻ റിവർ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ റിവറിലേക്ക്
ഇത് സ്റ്റാർട്ടിങ് മുതൽ എവിടെയാ സ്റ്റാർട്ടിങ്? നമ്മൾ പറഞ്ഞു ഈ ഒരു ഭാഗമാണ് അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അതിന് എൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അല്ലെ. ഈ എൻഡിനെ നമുക്ക് എന്ത് വിളിക്കാം? റിവർ മൗത്ത് എന്ന് വിളിക്കാം. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിന് നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ സോഴ്സ് എന്നാണ് വിളിക്കുക. ഇവിടെ റിവർ മൗത്ത് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു റിവർ നേരെ ഇങ്ങനെ ഒഴുകുകയാണോ ചെയ്യുക? ഒരിക്കലും അല്ല. അതിലേക്ക് ചിലപ്പോൾ പല സ്ഥലത്ത് നിന്ന് ചെറിയ ചെറിയ സ്ട്രീംസോ അങ്ങനെയുള്ള ചെറിയ ചെറിയ അരുവികളൊക്കെ വന്ന് മെർജ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ റിവർ കുറെ സ്ഥലങ്ങൾ കഴിയുമ്പോൾ പല ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ട്രിബ്യൂട്ടറീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ എന്താ? ട്രിബ്യൂട്ടറീസ് ആണ്, അഥവാ പോഷക നദികൾ എന്നർത്ഥം. അതായത് ഈ പ്രധാനപ്പെട്ട റിവറിലേക്ക് ഒഴുകിയെത്തുന്ന കുറെ റിവേഴ്സ് ഉണ്ടാവും. പല സ്ഥലത്തുനിന്നും പല സ്ഥലങ്ങൾ കഴിയുമ്പോൾ അതിലേക്ക് ഇങ്ങനെ പല റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? ചെറിയ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള റിവേഴ്സ് ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ടാവും. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. അത് ഓരോ റിവറും ഓരോ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. വലിയ നദികളും ചെറിയ നദികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ മെയിൻ റിവറിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ ചെറിയ നദികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ കുറെ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇവിടെ പറയുന്ന കാര്യം തന്നെ നമുക്ക് നോക്കാം. ദി സ്ട്രീംസ് ആൻഡ് rivers flowing into the main river are called its tributaries. Absence of slope and large amount of sediments close to the river mouth causes the river to be സ്ക്രീനിൽ കൃത്യമായിട്ട് കാണുന്നില്ല, ഇത് മായ്ക്കേണ്ടി വരും. മായ്ക്കുമ്പോഴേ അത് കൃത്യമായിട്ട് കാണുള്ളൂ. അതായത് പിന്നെ ബൈഫർക്കേറ്റ്, യെസ്, ടു ബൈഫർക്കേറ്റ്, അതായത് പിന്നെ പല ഭാഗങ്ങളായി പിരിയാന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് പിന്നെ ദി റിവർ ടു ബൈഫർക്കേറ്റ് ഇൻ ടു വേരിയസ് ബ്രാഞ്ചസ്, അതായത് പല ബ്രാഞ്ചസ് ആയിട്ട് അത് റിവർ മൗത്ത് എത്തുന്നതിന് മുമ്പ് പല ബ്രാഞ്ചസ് ആയിട്ട് പിരിഞ്ഞു പോവാറുണ്ട്. കാരണം പിന്നെ റിവർ മൗത്ത് എത്തുമ്പോഴേക്കും നമ്മൾ പറഞ്ഞല്ലോ, അത് ഏത് കോഴ്സാണ്? 3 കോഴ്സ് പറഞ്ഞതിൽ ഏറ്റവും മൂന്നാമത്തെ കോഴ്സ് ആയിട്ട് ലോവർ കോഴ്സ് ആണ്. അവിടെ എന്തുണ്ടാവില്ല? അവിടെ സ്ലോപ്പ് ഉണ്ടാവില്ല, പ്ലെയിൻ ഏരിയ ആയിരിക്കും. അതേപോലെ വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും, വോളിയം ഓഫ് വാട്ടർ കൂടുതലായിരിക്കും. അതേപോലെ സെഡിമെന്റ്സിന്റെ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങളുടെ അളവും വളരെ കൂടുതലായിരിക്കും. അപ്പം വളരെ മെല്ലെ സ്ലോയിലാണ് ഇത് റിവർ മൗത്ത് എത്തുമ്പോഴേക്കും ഈ റിവർ ഒഴുകുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പല ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ബ്രാഞ്ചസ് ആയിട്ട് ഒഴുകി നീങ്ങാറുണ്ട്. അങ്ങനെ ആ റിവറിന് പല ബ്രാഞ്ചസ് ആയി പോകുന്ന ഭാഗങ്ങൾ, ഓക്കെ, ഈ റിവറിന് പല ബ്രാഞ്ചസ് ആയിട്ട് പല സ്ഥലത്തേക്ക് പോകുന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഈ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്, കൈവഴികൾ എന്ന് പറയാം. ഈ മെയിൻ റിവറിന് വേറെ റൂട്ടിലേക്കൊക്കെ വ്യതിചലിച്ച് പോകുന്ന റിവേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുന്നത്. മെയിൻ റിവറിലേക്ക് എത്തിപ്പെടുന്ന റിവേഴ്സ് ആണെങ്കിൽ, മെയിൻ റിവറിലേക്ക് വരുന്ന ചെറിയ ചെറിയ നദികളെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ട്രിബ്യൂട്ടറീസ് എന്നും. അതേപോലെ മെയിൻ റിവറിന് പല ബ്രാഞ്ചസ് ആയിട്ട് പല വഴിക്ക് പോകുന്ന റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? അതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും നമുക്ക് ഇവിടെ പഠിക്കാനില്ല, ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, എക്സാമിന് വേണ്ടി പഠിക്കാനില്ല. ഇനി അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ you have learned that the velocity of the river decreases when it nears the river mouth. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണത് അല്ലേ? അതായത് the velocity of river decreases. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്സിലൊക്കെ പഠിക്കുന്നത് സ്പീഡാണ്, വേഗത, വെള്ളം ഒഴുകുന്നതിന്റെ സ്പീഡ്. സോ വെലോസിറ്റി ഓഫ് ദി റിവർ ഡിക്രീസസ്. അപ്പോൾ വെള്ളത്തിന്റെ സ്പീഡ്, നദി വെള്ളം ഒഴുകുന്നതിന്റെ സ്പീഡ് എന്താവുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എപ്പോ? വെൻ ഇറ്റ് നിയേഴ്സ് ദി റിവർ മൗത്ത്. റിവർ മൗത്തിലേക്ക് അടുക്കും തോറും അതിന്റെ വെള്ളത്തിന്റെ സ്പീഡ് കുറഞ്ഞു വരും. ഒന്നുകൂടി പറയുന്നു, റിവർ മൗത്ത് എന്ന് പറഞ്ഞാൽ ഏതാ? റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് റിവർ സോഴ്സ്. അതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലൂടെ ഒഴുകി ഏതെങ്കിലും ഒരു കടലിലോ ജലാശയത്തിലോ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിൽ മെർജ് ചെയ്യല്ലോ. ആ മെർജ് ചെയ്യുന്ന ഭാഗമാണ് റിവർ മൗത്ത്. അപ്പൊ റിവർ മൗത്ത് എത്തുമ്പോഴേക്കും നദിയിലെ വെള്ളത്തിന്റെ സ്പീഡ് എന്താവും? വളരെ കുറയും. മോസ്റ്റ് റിവേഴ്സ് ബ്രാഞ്ച് ഔട്ട് ടു ഡിസ്ട്രിബ്യൂട്ടറീസ് അറ്റ് ദിസ് സ്റ്റേജ് where the volume of both water and sediments is high. പല നദികളും എന്ത് ചെയ്യും? ഈ ഒരു ഘട്ടത്തിൽ റിവർ മൗത്ത് എത്താറാകുമ്പോഴേക്കും, നേരത്തെ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടറീസ് പറഞ്ഞു റിവർ മൗത്ത് എത്താറാകുമ്പോഴേക്കും അവിടെ എന്താവും? അവിടെ ധാരാളം വെള്ളം നദിയിൽ ഉണ്ടാവും. വോളിയം ഓഫ് വാട്ടർ വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ഉണ്ടല്ലോ, മണ്ണും ചെളിയും പൊടികളും എക്കലും അലൂവിയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലുണ്ടാവും. സ്വാഭാവികമായിട്ടും വളരെ മെല്ലെയായിരിക്കും വെള്ളം മുന്നോട്ട് നീങ്ങുക.
അപ്പോ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള തടസ്സങ്ങൾ, അത് നിക്ഷേപിക്കുന്ന സെഡിമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല നദികളും റിവർ മൗത്ത് എത്തുമ്പോഴേക്കും പല ബ്രാഞ്ചസ് ആയിട്ട് പിരിഞ്ഞു പോകാറുണ്ട്. ഓക്കെ, the sediments brought by the river are deposited between these distributaries, forming almost triangular shaped landforms called deltas. ഒന്നുകൂടി ഞാൻ ഇവിടെ വരയ്ക്കാൻ ശ്രമിക്കാം. ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ നിന്നൊരു റിവർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള വലിയൊരു വാട്ടർ ബോഡിയിലേക്ക്, ഒരു കടലായിക്കോട്ടെ, കടലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വലിയ ലേക്ക് ആയിക്കോട്ടെ, ഒരു തടാകമായിക്കോട്ടെ, അവിടേക്ക് മെർജ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ആ റിവർ ഇങ്ങനെ വന്നിട്ട് മെർജ് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം റിവറിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുത്തനുള്ള ചെരിവാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ഹൈ സ്പീഡിലായിരിക്കും വെള്ളം ഒഴുകുക. അതിങ്ങനെ താഴ്ഭാഗത്തുമ്പോൾ മിഡിൽ കോഴ്സ് എത്തുമ്പോൾ ഒന്ന് സ്പീഡ് കുറഞ്ഞ് അത് ഈ ഒരു ലോവർ കോഴ്സിലേക്ക് എത്തുമ്പോൾ നിരപ്പായ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകണ സമയത്ത് എന്ത് സംഭവിക്കും? ഈ നോർത്ത് നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും നോർത്ത് എന്നല്ല, മിസ്റ്റേക്ക് ആണ്, സോറി, നോർത്ത് അല്ല, അതിന്റെ അപ്പർ കോഴ്സ് നിന്ന്, ഓക്കെ, അപ്പർ കോഴ്സ് നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന സെഡിമെന്റ്സും അതുപോലെ കല്ലും മണ്ണും കാര്യങ്ങളൊക്കെ എന്താവുന്നുണ്ട്? അതെല്ലാം അവസാനം എവിടെ എത്തുന്നത്? ഈ ലോവർ കോഴ്സിൽ എത്തുമ്പോൾ വളരെ മെല്ലെയായിരിക്കും. പിന്നെ ആ കാര്യങ്ങളൊക്കെ വെള്ളത്തിലുള്ളത് കൊണ്ട് തന്നെ വെള്ളം വളരെ മെല്ലെയായിരിക്കും, നദി വളരെ മെല്ലെയായിരിക്കും ഒഴുകുക. അങ്ങനെ ഒഴുകുമ്പോൾ ഈ കൊണ്ടുവരുന്ന പിന്നെ സെഡിമെന്റ്സ് ഒക്കെ അലൂവിയം ആയിക്കോട്ടെ, മറ്റ് പൊടിപടലങ്ങളോ കല്ലുകളോ ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് പല സ്ഥലത്തും തടസ്സങ്ങളായി മാറുമ്പോൾ റിവർ മൗത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനത്തെ റിവേഴ്സ് പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ മിക്കവാറും റിവേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? അത് അവിടെ നിന്ന് പല ബ്രാഞ്ചസ് ആയിട്ട് ഒഴുകി മാറാറുണ്ട്, പല ബ്രാഞ്ചസ് ആയിട്ട്. ഓക്കെ, അത് അങ്ങനെ അങ്ങോട്ട് പോകും, അതേപോലെ വേറൊരു ബ്രാഞ്ചസ്, അങ്ങനെ പല ബ്രാഞ്ചസ് ആയിട്ട് ആ റിവർ ബൈഫർക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പല പിന്നെ ഭാഗങ്ങളായിട്ട് പിരിഞ്ഞ് ഒഴുകാറുണ്ട്. അങ്ങനെ പിരിഞ്ഞ് ഒഴുകണ സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക, ഈ ഒരു റിവറിന്റെയും ഇടയിലുള്ള ഈ ഒരു ഏരിയ അല്ലെ, ഒരു ട്രയാങ്കുലാർ ഷേപ്പ് നമ്മൾ അവിടെ കണ്ടു, ഒരു ത്രികോണത്തിന്റെ ആകൃതി. അതേപോലെ ഈ രണ്ട് ബ്രാഞ്ചസിന്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗം അവിടെയും എന്താ, ഒരു ട്രയാങ്കുലാർ ഷേപ്പാ. അതേപോലെ ഇവിടെ നോക്കുക, ഈ രണ്ട് ബ്രാഞ്ചസിന്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗം അവിടെയും നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഇങ്ങനെ ബ്രാഞ്ചസ് ആയി ഒഴുകുന്ന സമയത്ത് ആ ബ്രാഞ്ചസിന്റെ ഇടയിൽ ഈ റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള അത് ഒഴുക്കിക്കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അല്ലെങ്കിൽ അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യപ്പെടുന്ന ഇങ്ങനെയുള്ള ലാൻഡ് ഫോംസിന്, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലാൻഡ് ഫോംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ. എന്തുകൊണ്ടാണ് ഡെൽറ്റ എന്ന പേര് കിട്ടിയത്? ഇവിടെ പറയുന്നു ആസ് ദേ റിസംബിൾ ദി ഗ്രീക്ക് ആൽഫബറ്റ് ഡെൽറ്റ. ഗ്രീക്ക് ആൽഫബറ്റില് ഈ ഒരു ചിഹ്നം, ഓക്കെ, അത് ഡെൽറ്റയാണ്. ഗ്രീക്ക് ആൽഫബറ്റിലെ ഡെൽറ്റയോട് സാമ്യമുള്ള ഒരു രൂപമായതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ട്രയാങ്കിളിന്റെ ആ ഒരു ഡെൽറ്റ ഷേപ്പിലാണ് എന്തുള്ളത്? ഈ ഒരു രണ്ട് ബ്രാഞ്ചസിന്റെ ഇടയിൽ എന്തുണ്ടാവുന്നത്? ഈ ഒരു ലാൻഡ് ഫോം ഉണ്ടാവുന്നത്. ഇതൊരു ബ്രാഞ്ചും ഇത് വേറൊരു ബ്രാഞ്ചും, രണ്ട് ബ്രാഞ്ചിന്റെ ഇടയിൽ ഫോം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എക്കൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ലാൻഡ് ഫോം ഈ ഒരു ഡെൽറ്റ ഷേപ്പ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡെൽറ്റാസ് എന്ന് വിളിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗ്രീക്ക് അക്ഷരമാലയിലെ, ഗ്രീക്ക് ആൽഫബറ്റിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ഒരു സാദൃശ്യം, ഒരു സാമ്യം ഉള്ളത് കൊണ്ടാണ് ഈ ലാൻഡ് ഫോമിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റിവർ അതിങ്ങനെ ഒഴുകി അതിന്റെ റിവർ മൗത്ത് എത്താറാകുമ്പോഴേക്കും പല ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നു. ഓക്കെ, ഇങ്ങനെ പല പല ബ്രാഞ്ചസ് ആയിട്ട് അത് പിരിയാണ്. അങ്ങനെ പിരിയുമ്പോൾ ആ ബ്രാഞ്ചസിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യാണ്? രണ്ട് ബ്രാഞ്ചസിന്റെ ഇടയിൽ ഒരു എക്കൽ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ എന്തുണ്ടാവുകയാണ്? ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ഒരു സാദൃശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? ഡെൽറ്റ എന്ന് വിളിക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കൂളിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തോ പറമ്പുകളിലൊക്കെ ഇങ്ങനെയുള്ള ചെറിയ നീർച്ചാലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് പല പിന്നെ ഭാഗത്തും നല്ല സ്പീഡിൽ, കുത്തനെയുള്ള ഭാഗങ്ങളിൽ നല്ല സ്പീഡിൽ ഒരൊറ്റ വഴിയിലൂടെ ഒഴുകിപ്പോകും. എന്നാൽ പ്ലെയിൻ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് പല പല ബ്രാഞ്ചസ് ആയിട്ട് പല വഴികളിലൂടെ പോകും. കാരണം
ഉയർന്ന പ്രദേശം, വെള്ളം ഒഴുകുന്നതിനേക്കാളും ഉയർന്ന മണ്ണ് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളോ കല്ലുള്ള ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും താഴ്ന്ന പ്രദേശത്ത് കൂടി 2 റൂട്ടുകളായിട്ട് അത് പിരിയും. അത് വീണ്ടും ചിലപ്പോൾ അപ്പുറത്തുമ്പോൾ വീണ്ടും മെർജ് ചെയ്ത് ഒറ്റ വഴിയായി മാറും. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ 2 ബ്രാഞ്ചസ് ആയി പിരിയുന്ന ഒരു റിവർ ഇങ്ങനെ 2 ബ്രാഞ്ചസ് ആയി പിരിയുന്ന ഭാഗങ്ങളിൽ അതിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ എക്കൽ ഡിപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന ഭൂരൂപങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മൾ ഡെൽറ്റാസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ മറ്റൊരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. സുന്ദരീസ് ഇൻ സുന്ദർബൻസ്, അതായത് സുന്ദരവനത്തിലെ സുന്ദരികൾ എന്ന് മലയാളത്തിൽ പറയാം. സുന്ദരവനത്തിലെ സുന്ദരികൾ, അതെന്താ സംഭവം? ഇവിടെ ഇപ്പോൾ സുന്ദരികളെ പറ്റി പറയാനൊക്കെ എന്താ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ദി സുന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ ഈസ് ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദി വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡെൽറ്റ പ്രദേശമാണ് ഇത്. വെസ്റ്റ് ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ സുന്ദരവനം എന്ന് പറയുന്ന സ്ഥലം. ദിസ് ഡെൽറ്റ റീജിയൻ is formed by the deposition by the rivers Ganga and Brahmaputra. ഇവിടുത്തെ ഈ ഒരു ഡെൽറ്റ പ്രദേശം, ഈ ഒരു ഡെൽറ്റ എങ്ങനെ ഉണ്ടായതാ? സുന്ദർബൻ എന്നുള്ള ഈ ഒരു ഡെൽറ്റ എങ്ങനെ ഉണ്ടായതാ? അത് ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയിട്ടുള്ള ഹിമാലയൻ റിവേഴ്സിന്റെ അലൂവിയൽ ഡിപ്പോസിഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഡെൽറ്റ പ്രദേശമാണ്. പിന്നെ ദിസ് ഡെൽറ്റ ഈസ് നോൺ ആസ് സുന്ദർബൻസ് ആഫ്റ്റർ ദി മാൻഗ്രോവ് വെജിറ്റേഷൻ ടൈപ്പ് സുന്ദരി ഫൗണ്ട് ഓവർ ഹിയർ. അപ്പൊ ഈ ഡെൽറ്റക്ക് സുന്ദരവനം എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം ഇവിടെ പറയുന്നു, സുന്ദരി എന്ന പേരിലുള്ള ഒരു കണ്ടൽ ധാരാളമുള്ള പ്രദേശമായതുകൊണ്ടാണ്. നമ്മൾ കണ്ടൽ കാടുകൾ, കണ്ടൽ ചെടികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള കണ്ടൽ ചെടികൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഡെൽറ്റ പ്രദേശം. ഏത് ഇനത്തിൽപ്പെട്ട കണ്ടൽ ചെടിയാണ്? സുന്ദരി എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ടൽ ചെടി, കണ്ടൽ കാടുകൾ ധാരാളമുള്ള പ്രദേശമായതുകൊണ്ടാണ് ആ ഡെൽറ്റയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സുന്ദരവനം അല്ലെങ്കിൽ സുന്ദർബൻ എന്ന പേര് അതിന് കിട്ടിയത്. ദിസ് റീജിയൻ കവേർഡ് വിത്ത് മാൻഗ്രോവ് ഫോറസ്റ്റ് ഈസ് എ മേജർ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു ജൈവ വൈവിധ്യ മേഖല, പ്രധാനപ്പെട്ട ഒരു ജൈവ വൈവിധ്യ മേഖല കൂടിയാണ് ഈ സുന്ദർബൻ എന്ന് പറയുന്ന ഡെൽറ്റ പ്രദേശം. എവിടെയാണ്? ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോ അക്കാര്യവും നമ്മൾ നോക്കി. ഇനി ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. Complete the table based on what you have learned about the landforms created by rivers. അതായത് നദികൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളെ കുറിച്ച്, ലാൻഡ്ഫോംസിനെ പറ്റി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെ ലാൻഡ്ഫോംസ് ആണ്, എന്തൊക്കെ ഭൂരൂപങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫിൽ ചെയ്യാൻ വേണ്ടി പറയാണ് ഈ ഒരു ബോക്സ്. അപ്പോൾ ലാൻഡ്ഫോംസ് പറയുകയാണെങ്കിൽ വാട്ടർഫോൾ ഒരു ലാൻഡ്ഫോം ആണ്. അതേപോലെ നമ്മൾ പഠിച്ച മറ്റൊരു ലാൻഡ്ഫോം ആണ് ഇത് മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ഓക്സ്ബോ തടാകങ്ങൾ, അലൂവിയൽ പ്ലെയിൻസ്, ഏറ്റവും അവസാനം ഡെൽറ്റ. അപ്പൊ എന്തൊക്കെയാ ലാൻഡ്ഫോംസ് ആണ് നമ്മൾ പഠിച്ചത്? ലാൻഡ്ഫോംസ് ഏതൊക്കെയാണ്? വാട്ടർഫോൾ, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, അലൂവിയൽ പ്ലെയിൻസ്, ഡെൽറ്റ. ഇതൊക്കെ നമ്മൾ ലാൻഡ്ഫോംസിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ എന്തുണ്ടാക്കുന്ന ലാൻഡ്ഫോമാ? റിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ്ഫോംസ് ആണ്, അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ്ഫോംസ് ആണ്. ഇനി ഇപ്പുറത്ത് കോഴ്സ് ഓഫ് ഫോർമേഷൻ, നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ ലാൻഡ്ഫോമിന്റെയും പിന്നെ രൂപം കൊള്ളുന്ന ഘട്ടം ഏത് കോഴ്സിലാണ്? അപ്പർ കോഴ്സ് ആണോ, അല്ലെങ്കിൽ മിഡിൽ കോഴ്സ് ആണോ, ലോവർ കോഴ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ അത് ഇറോഷണൽ ആക്ടിവിറ്റി ആണോ, അല്ലെങ്കിൽ ഡിപ്പോസിഷണൽ ആക്ടിവിറ്റി ആണോ? ഇറോഷന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ ഡിപ്പോസിഷന്റെ ഭാഗമായിട്ടാണോ ഉണ്ടാവുന്നത്? അതും കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ നോക്കുകയാണെങ്കിൽ വാട്ടർഫോൾ നമ്മൾ പറഞ്ഞു എന്താണ്? അത് അപ്പർ കോഴ്സിലാണ്, റിവറിന്റെ അപ്പർ കോഴ്സിൽ കാണുന്നതാണ്. അത് ഇറോഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്, അപരദനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഇനി മറ്റൊരു ലാൻഡ്ഫോം നമ്മൾ പറയുകയാണെങ്കിൽ മിയാൻഡേഴ്സ്, മിയാൻഡറുകൾ. മിയാൻഡറുകൾ എവിടെയാ? മിയാൻഡറുകൾ പ്രധാനമായിട്ടും മിഡിൽ കോഴ്സിലാണ്. ഇറോഷൻ ഓർ ഡിപ്പോസിഷൻ, ബോത്ത് ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ ആക്ടിവിറ്റി രണ്ടും വരുന്നുണ്ട്. ഇറോഷണൽ ആക്ടിവിറ്റിയും ഡിപ്പോസിഷണൽ ആക്ടിവിറ്റിയും എവിടെ വരുന്നുണ്ട്? മിയാൻഡറുകൾ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ മിയാൻഡർ ഉണ്ടാവുന്ന സംഭവമാണ് ഇത് ഓക്സ്ബോ തടാകങ്ങൾ, ഓക്സ്ബോ ലേക്സ്. ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്നതും പിന്നെ എവിടെയാണ്? അതും മിയാൻഡറുകൾ പോലെ തന്നെ മിഡിൽ കോഴ്സിലാണ്. അതും ഈ പറഞ്ഞതുപോലെ ബോത്ത് ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ ആക്ടിവിറ്റി, രണ്ടും ഇറോഷണൽ ആക്ടിവിറ്റിയും ഡിപ്പോസിഷണൽ ആക്ടിവിറ്റിയും നടന്നിട്ടാണ് ഓക്സ്ബോ ലേക്സ് ഉണ്ടാവുന്നത്. പിന്നെ ഒന്ന് നമ്മൾ അവസാനം ഇന്ന് പറഞ്ഞ കാര്യം അലൂവിയൽ പ്ലെയിൻസ് ആണ്, എക്കൽ സമതലങ്ങൾ.
എക്കൽ സമതലങ്ങൾ എവിടെയാണ് ഉണ്ടാവുന്നത്? അത് അപ്പർ കോഴ്സും അല്ല, മിഡിൽ കോഴ്സും അല്ല, മൂന്നാമത്തെ ലോവർ കോഴ്സിലാണ്. അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറയുന്ന ഭൂരൂപം എവിടെ ഉണ്ടാവുന്നത്? എക്കൽ സമതലങ്ങൾ അത് ലോവർ കോഴ്സിലാണ്, കീഴ്ഘട്ടത്തിലാണ്. ഇറോഷൻ ഓർ ഡെപ്പോസിഷൻ അത് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ് എന്നും പറയാം. ഇനി ഏറ്റവും അവസാനം ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിട്ടുള്ള ഡെൽറ്റ എന്ന ലാൻഡ് ഫോം, ആ ഡെൽറ്റ എവിടെയാ? അതും ഏറ്റവും താഴെയുള്ള പിന്നെ അപ്പർ കോഴ്സ് അല്ല, മിഡിൽ കോഴ്സ് അല്ല, ലോവർ കോഴ്സിലാണ് ഡെൽറ്റ എന്ന് പറയുന്ന ലാൻഡ് ഫോം കാണുന്നത്. അതോ ഇറോഷണൽ ആണോ ഡെപ്പോസിഷണൽ ആണോ? ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. റിവേഴ്സ് ഡിപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്നതാണല്ലോ ഡെൽറ്റ എന്ന് പറയുന്ന ഭൂപ്രദേശം. ഓക്കെ, അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെയുള്ള ഒരു ബോക്സ് ആണ്, ഒരു ആക്ടിവിറ്റിയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നോട്ട്ബുക്കിലേക്കൊക്കെ പകർത്തി എഴുതി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിൽ ഈ ഒരു കൺസെപ്റ്റ്, ഈ വെള്ളം ഒഴുകുന്ന കാര്യങ്ങളും അത് ഒഴുകിക്കൊണ്ടുവരുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് ഏത് കോഴ്സിലാണ്, ഇറോഷൻ ആണോ ഡെപ്പോസിഷൻ ആണോ ഒക്കെ നമുക്ക് കാണാതെ വളരെ പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, സോ what you have seen till now is the erosional and depositional landforms created by running water on the surface of the earth. അപ്പൊ ഇതുവരെ നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്താ? ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെ ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ, അതിന്റെ പിന്നെ അപരദന നിക്ഷേപണ പ്രവർത്തന ഫലമായി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇറോഷണൽ അല്ലെങ്കിൽ ഓർ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി ഉണ്ടാവുന്ന ചില ലാൻഡ് ഫോംസ് ആണ് നമ്മൾ പഠിച്ചത്. അതൊക്കെ എവിടെ? അതൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിലാണ്, എർത്ത് സർഫസിലാണ്, ഭൂമിയുടെ മുകളിലാണ്, ഭൂമിന്റെ ഉൾഭാഗത്തുള്ള, ഭൂമിന്റെ അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ സർഫസിന്റെ താഴ്ഭാഗത്തല്ല. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സർഫസിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ആൻഡ് യു നോ ദാറ്റ് എ പോർഷൻ ഓഫ് ദി സർഫസ് റൺ ഓഫ് ഗെറ്റ്സ് പെർകൊലേറ്റഡ് ഡൗൺ ദി സോയിൽ ടു ഫോം അണ്ടർഗ്രൗണ്ട് വാട്ടർ. നമുക്കറിയാം ഈ മഴ പെയ്യുമ്പോഴും അല്ലാതെ എങ്ങനെ നമ്മുടെ ഉപരിതലത്തിൽ വെള്ളം വീഴുമ്പോഴും ആ വെള്ളം മുഴുവൻ അതേപോലെ ഉപരിതലത്തിലൂടെ ഒലിച്ച് കടലിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്? അല്ല, കുറെ വെള്ളം എവിടേക്ക് പോകുന്നുണ്ട്? മണ്ണിലേക്ക്, ഭൂമിക്കുള്ളിലേക്ക് ഊർന്നിറങ്ങുന്നുണ്ട്. നമുക്കറിയാം പെർകൊലേറ്റ് ഡൗൺ ദി സോയിൽ. പെർകൊലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? അത് ഊർന്നിറങ്ങുക അല്ലെ, അരിച്ചിറങ്ങുന്നുണ്ട്. ഭൂഗർഭജലമായിട്ട്, ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് അത് മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ അങ്ങനെ ഭൂമിക്കുള്ളിലേക്ക് പോകുന്ന വെള്ളവും എന്ത് ചെയ്യുന്നുണ്ട്? ചില ലാൻഡ് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഭൂമിക്കുള്ളിലേക്ക് പോകുന്ന വെള്ളവും ചില ലാൻഡ് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നു. ഒരു ക്വസ്റ്റ്യൻ, വൈ ഈസ് വാട്ടർ കോൾഡ് എ യൂണിവേഴ്സൽ സോൾവെന്റ്? വെള്ളത്തിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഒരു സാർവലായകം. അതായത് ഒരുവിധം എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ അലിഞ്ഞു ചേരും അല്ലെ, അങ്ങനെ വിളിക്കാറുണ്ട്. വൈ ഈസ് വാട്ടർ കോൾഡ് ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്? എന്തുകൊണ്ടാണ് വെള്ളത്തിനെ നമ്മൾ സാർവലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്? അതിന്റെ ആൻസർ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മോസ്റ്റ് ഓഫ് ദി മിനറൽസ് പ്രസന്റ് ഇൻ ദി റോക്സ് ഗെറ്റ് ഡിസോൾവ്ഡ് ആസ് വാട്ടർ പാസ് ത്രൂ ദം. അതായത് പിന്നെ ഒട്ടുമിക്ക വസ്തുക്കളും ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരും അല്ലെങ്കിൽ ലയിച്ചു ചേരും. ഇപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള ഈ വെള്ളം ഈ കല്ലിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ശിലകളിലൂടെ ഒഴുകുമ്പോൾ ആ ശിലകളിലുള്ള മിനറൽസ്, ധാതുക്കൾ പലതും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജലത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. നമ്മൾ പഠിച്ചല്ലോ, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു റോക്സ് ഉണ്ടാവുന്നത് എങ്ങനെയാ? ഒരുപാട് മിനറൽസ് കൂടി ചേർന്നാണ് റോക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ കല്ലിന് മുകളിലൂടെ ഇത്തരത്തിലുള്ള വെള്ളം ഒഴുകുന്ന സമയത്ത് ആ കല്ലിൽ അടങ്ങിയിട്ടുള്ള മിനറൽസ് ഈ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രവർത്തനത്തെ ഇങ്ങനെ ലയിച്ചു ചേരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. പ്രോസസ് ഈസ് കോൾഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലയനം എന്ന് പറയും. സോ ഇറോഷൻ ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് ദി സബ്സിക്വന്റ് ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ ദി റിസൾട്ട് ഓഫ് സൊല്യൂഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിക്ക് ഉൾഭാഗത്തും ചില ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇറോഷൻ ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഇങ്ങനെ ഭൂമിക്കുള്ളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം, അതിന്റെ ഇറോഷണൽ ആക്ടിവിറ്റി കാരണമായിട്ടും ഡിപ്പോസിഷണൽ ആക്ടിവിറ്റി കാരണമായിട്ടും എന്തുണ്ടാവുന്നുണ്ട്? പല ലാൻഡ് ഫോംസും ഭൂമിക്ക് ഉൾഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ പ്രവർത്തന ഫലമായിട്ട് അങ്ങനെയുള്ള ചില ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നുണ്ട്. ഇറോഷൻ ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് ദി സബ്സിക്വന്റ് ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ ദി റിസൾട്ട് ഓഫ് സൊല്യൂഷൻ. അതായത് ഭൂഗർഭജലത്തിന്റെ
അപരദന പ്രവർത്തനവും തുടർന്നുള്ള ഭൂരൂപീകരണവും ഒക്കെ ഈ ലയന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. ലെറ്റ്സ് സീ ഹൗ ദിസ് ടേക്സ് പ്ലേസ്. എങ്ങനെയാണ് ഭൂമിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങുന്ന വെള്ളം അവിടെ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇനി പറയാനുള്ളത്. പക്ഷേ അത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അടുത്ത ക്ലാസ്സിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ചില വീഡിയോ പ്രസന്റേഷൻ ഉൾപ്പെടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.